സാന്ത്വനത്തിൻ്റെ പുതിയ പ്രമോ ശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിത്രനെയും ആര്യനെയും അപകടപ്പെടുത്താൻ വന്ന ഗുണ്ടകളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അതെന്തായാലും നമ്മുടെ ബാലൻ്റെ സുഹൃത്ത് തന്നെയാണ്. ബാലൻ്റെ സുഹൃത്ത് ബാലൻ വിളിച്ച് പറഞ്ഞത് പ്രകാരം ആര്യനെയും ഭാര്യനെയും രക്ഷിക്കാൻ വരുന്നുണ്ട്. ദേവമംഗലത്തായാലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് ദേവമംഗലത്തുള്ളവർക്ക് ബാലനും വാക്ക് കൊടുക്കുന്നുണ്ട്. ഈ വീടിൻ്റെ നേരെ ഒരു കല്ല് പോലും ഉയരില്ല, നോക്കിക്കോ എന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് എന്തോ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആര്യൻ വെട്ടുകത്തിയും വടിവാളൊക്കെ ആയിട്ട് കാത്തിരുന്നെങ്കിലും ഗുണ്ടകൾ വന്ന് പെരുമാറിയെങ്കിലും പക്ഷേ ആര്യനെ പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല. കുറേയൊക്കെ മിത്രനെ ഉപദ്രവിച്ചപ്പോൾ കുറേയൊക്കെ ആര്യൻ പിടിച്ച് നിന്നു. പക്ഷേ ആര്യന് നേരെ കത്തി ഉയർത്തിയ വഴിക്കിന് അയാൾ വന്ന് രക്ഷപ്പെടുത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അച്ഛൻ്റെ സുഹൃത്ത് എന്നുള്ള കാര്യം അറിയുന്നുണ്ട്. മിത്ര ചോദിക്കുന്നുണ്ട്, നമ്മളെ മേത്തൂരിൽ തരി മണ്ണ് വീഴാതെ കാത്ത് രക്ഷിച്ചത് അതാരാണ്, നമുക്ക് ഇന്ന് അപകടം പറ്റുമെന്ന് പറഞ്ഞിട്ട് ആരാണ് ആര്യ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഗോമതി സ്റ്റോഴ്സ് ബാലനെന്ന് പറഞ്ഞപ്പോൾ സത്യമാണോ എന്ന് ചോദിക്കും. അതെ, എനിക്കറിയാം, ഇത് അച്ഛൻ്റെ കൂട്ടുകാരനാണെന്ന് പറയും. അതുകൊണ്ടാണ് ചേർത്ത് നിർത്തിയത്. നമ്മുടെ ആര്യനെ ചേർത്ത് പിടിച്ചാണ് അയാൾ നിന്നിരുന്നത്. ആര്യനും അത് എതിർക്കാതെ നിന്നതും അതുകൊണ്ട് തന്നെയാണ് ഗോമതി സ്റ്റോഴ്സ് ബാലൻ തന്നെയാണ് ആര്യനെ രക്ഷിച്ചതെന്നുള്ള കാര്യം ആര്യന് മനസ്സിലാവുന്നുണ്ട്. അപ്പം നമ്മുടെ മിത്ര ചോദിക്കുന്നത്, ഇത്രയും സ്നേഹം ഉണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എന്തുകൊണ്ട് പരസ്പരം തുറന്ന് സ്നേഹിക്കുന്നില്ല? അപ്പോൾ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞ് ആര്യൻ ചാടിക്കടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പം അങ്കിളിൻ്റെ ഭാഗത്തല്ല ആര്യൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റിപ്പോൾ തന്നെ കണ്ടില്ലേ എന്ന് പറയും. അതിനിടയ്ക്ക് ആര്യനെ ഒന്ന് കെട്ടിപ്പിടിച്ച് മിത്ര പേടി കൊണ്ട് കെട്ടിപ്പിടിച്ചതായിരുന്നു. പക്ഷെ ആര്യൻ അത് എതിർക്കുകയാണ് ചെയ്യുന്നത്. ആര്യൻ എന്തുകൊണ്ടോ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. മിത്രനെ സംരക്ഷിക്കണം, മിത്രനെ നോക്കണം, പഠിപ്പിക്കണം, ജോലി മേടിച്ചു കൊടുക്കണം എന്നല്ലാതെ മറ്റൊരു വിചാരങ്ങളൊന്നും ആര്യന് ഉണ്ടായിരുന്നില്ല. എന്തായാലും ആര്യൻ്റെയും മിത്രയുടെയും കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമ്മുടെ കൃഷ്ണമംഗലത്ത് വല്ലാത്തൊരു വിഷമം തന്നെയായിട്ട് നന്ദിതയ്ക്ക്. നന്ദിതര കണ്ണീര് കണ്ട് ഇപ്പോൾ ഭർത്താവും ഒന്നലിയുന്നൊക്കെ ഉണ്ട്. പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, ദേവമംഗലത്താരായിട്ട് ആര്യനായിട്ടോ മിത്രനായിട്ടോ എനിക്കൊരു അടുപ്പവും ഉണ്ടാവില്ല. പക്ഷേ എന്തായാലും അവർക്കൊന്നും പറ്റാൻ ഞാൻ സമ്മതിക്കില്ല, അത് ഞാൻ അനുവദിക്കില്ല എന്ന് പറയും. എന്തായാലും അവിടെ നിന്ന് നമുക്ക് മാറി താമസിക്കാൻ തന്നെയാണ് നന്ദിത പറയുന്നത്. ഈ വീട്ടിൽ ഇനി നമ്മൾ നിൽക്കേണ്ട, അത്രയ്ക്കും ദുഷ്ടനാണ് നിങ്ങളുടെ അനിയൻ എന്ന് പറഞ്ഞപ്പോൾ അതല്ലാന്ന് ആനന്ദവർമ്മ പറയുന്നില്ല. അത് സത്യമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ആര്യനെയും മിത്രനെയും ഉപദ്രവിക്കാണ്ട് ഞാനിനി നോക്കിക്കോളാം എന്ന് വാക്ക് കൊടുക്കുന്നുണ്ട് ഭാര്യയ്ക്ക്. അതുകൊണ്ടൊന്നും നന്ദിതര വിഷമമൊന്നും മാറുന്നില്ല. അങ്ങനെ ദേവമംഗലത്തെ പ്രശ്നങ്ങൾ തീരുന്നേക്കാൾ മുന്നേ തന്നെ കൃഷ്ണമംഗലത്തും പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. രണ്ടുപേരും ചേട്ടനും അനിയനും രണ്ടും രണ്ട് വഴിക്ക് ആവുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ മിത്രയും ആര്യനും എന്തായാലും നല്ല സമാധാനത്തോടെ തന്നെയാണ് അവിടെ കഴിയുന്നത്. പിന്നീട് നമ്മുടെ ആനന്ദിന് ബാലൻ ഒരു പെൺകുട്ടീനെ കണ്ടെത്തുന്നുണ്ട്. നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടീനെയാണ് ബാലൻ കണ്ടെത്തുന്നത്. പഠിപ്പും ഡബിൾ എംഎയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മീനാക്ഷിനെ കൊള്ളിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ചിലരെ പോലെ ചാടിപ്പോകുന്നല്ല ചെയ്തത്. എന്തായാലും നല്ലോണം കല്യാണം ആലോചിച്ചിട്ട് തന്നെയാണ് കല്യാണം നടത്താൻ പോകുന്നൊക്കെ പറഞ്ഞപ്പോൾ മീനാക്ഷിക്ക് മനസ്സിലായി ഞങ്ങളിതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ കുത്തനാണെന്ന് മനസ്സിലായെങ്കിലും കൂടി ഒന്നും മിണ്ടില്ല. കാരണം നല്ല പെൺകുട്ടിയായിരുന്നു. പക്ഷേ ആനന്ദ് ഫോട്ടോ നോക്കാനോ കാണാനോ പോവാനോ ഒന്നും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ആനന്ദ് പഴയ പല്ലവി തന്നെ പാടും. അതുകൊണ്ട് തന്നെ ഫോട്ടോ കാണിച്ചു കൊടുക്കാനും നിന്നില്ല. പെൺകുട്ടിയോട് ബാലൻ അമ്പലത്തിലേക്ക് വരാനാണ് പറയുന്നത്. അങ്ങനെയാണ് പെൺകുട്ടി അമ്പലത്തിലേക്ക് വരുന്നത്. അങ്ങനെ നമ്മുടെ ആനന്ദ് എന്തായാലും എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുമല്ലോ. അങ്ങനെ സന്യാസിനെ പോലെ മാലയൊക്കെ ഇട്ട് നടക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ആനന്ദിനെ വീഴ്ത്താൻ വേണ്ടി അങ്ങനെ ചെയ്തത്. അങ്ങനെയാണ് ഈ പെൺകുട്ടി അമ്പലത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ബാലനും അതുപോലെ തന്നെ മീനാക്ഷിയും അതുപോലെ തന്നെ ആനന്ദും അമ്പലത്തിലുണ്ടാവും. അങ്ങനെയാണ് ഈ പെൺകുട്ടീനെ കാണുന്നത്. കണ്ട മാത്രം തന്നെ ആനന്ദിന് പെൺകുട്ടീനെ ഇഷ്ടമാവുന്നുണ്ട്. മാല ഊരും. ആ പെൺകുട്ടി അങ്ങോട്ട് ചെന്നിട്ട് സംസാരിക്കുന്ന ആനന്ദല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയും. അങ്ങനെ പെൺകുട്ടീനെ ഭയങ്കര ഇഷ്ടമാവും. അതെ, അച്ഛൻ പറഞ്ഞ പോലെ ശരിക്കും ദേവത എന്ന് പറയും. അപ്പോൾ ആ പെൺകുട്ടി കളിയാക്കി ചിരിച്ചിട്ട് പറയും, അച്ഛാ അതേ ആനന്ദ് ഞാൻ ദേവതയാണെന്ന് പറയണമെന്നൊക്കെ പറയുമ്പോൾ മീനാക്ഷിക്ക് ചെറിയൊരു കുശുമ്പൊക്കെ ആവുന്നുണ്ട്. എന്നാൽ പോലും എങ്ങനെയെങ്കിലും ആനന്ദൻ്റെ കല്യാണം നടക്കണം എന്നുള്ളൊരൊറ്റ വിചാരം മാത്രമുള്ളായിരുന്നു. അങ്ങനെ കണ്ട മാത്രമേ തന്നെ അങ്ങനെ ആനന്ദിന് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് അങ്ങനെ ആ പെൺകുട്ടി ദേവമംഗലത്തേക്ക് കയറി വരാൻ തയ്യാറായി. ഇതിനിടയിൽ കൃഷ്ണമംഗലത്തുകാർ എത്ര പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയിട്ടും കൃഷ്ണമംഗലത്തുകാരില്ല. അച്യുതനും അതുപോലെ തന്നെ അലോകും കൂടി എത്രയൊക്കെ ഈ കല്യാണം മുടക്കാൻ നോക്കിയെങ്കിലും നടക്കില്ല. ഈ കല്യാണം തന്നെ നടക്കുള്ളൂ ആനന്ദിൻ്റെ. പക്ഷേ കല്യാണത്തിന് മുന്നേ തന്നെ ആനന്ദ് ഒരു നിബന്ധന ബാലനോട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. വിവാഹത്തിന് ഞാൻ സമ്മതിക്കാം, പക്ഷെ അച്ഛൻ എൻ്റെ ഒരു നിബന്ധന അച്ഛൻ അംഗീകരിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്ക് അത്ര സുന്ദരിയായ പെണ്ണാണെങ്കിലും എനിക്ക് വേണ്ടാന്ന് തന്നെ തീർത്ത് പറയും. അങ്ങനെ ആനന്ദിൻ്റെ പിടിവാശിക്ക് മുന്നിൽ ബാലൻ മുട്ടുമടക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും അത് ഇങ്ങനെയായിരുന്നു. ആര്യനെ വിളിക്കണം, ആര്യനും ഇത്രയും ഈ വീട്ടിൽ വേണം, ഞങ്ങൾ 3 പേരും അവർ 3 പെണ്ണുങ്ങളും ഞങ്ങൾ 3 ആണുങ്ങളും എല്ലാവരും കൂടെ ഒന്നിച്ച് ഇവിടെ കഴിയണം, അത് പഴയതുപോലെ തന്നെ ആയിരിക്കണം, എന്നാൽ മാത്രമേ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുള്ളൂ.
ആര്യനില്ലാത്തൊരു വിവാഹം എനിക്ക് വേണ്ട എന്ന് തീർത്ത് പറയുമ്പോൾ ആനന്ദിൻ്റെ മുന്നിൽ ഈ വിവാഹമെങ്കിലും നടക്കാൻ വേണ്ടിയിട്ട് ബാലൻ ആര്യനെ നേരിട്ട് ക്ഷണിക്കാൻ തയ്യാറാവുന്നുണ്ട് നമ്മുടെ ദേവമംഗലത്തേക്ക്.